ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒറ്റയ്ക്കാവുമ്പോൾ വിജയലക്ഷ്മിക്ക് എന്താ തോന്നുന്നു? വിഷമാണോ? ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണോ? ഭയങ്കര വിഷമാണ്. ആരെങ്കിലും ഒന്ന് വേണം. ആരെങ്കിലും വേണം. ഇല്ലെങ്കിൽ അയ്യോ പഠിക്കുമ്പോൾ മാത്രം ഒരു വിഷയമില്ല. അല്ലെങ്കിൽ ഇപ്പൊ കൂടെ ആൾക്കാർ എപ്പോഴും വേണം. വേണം. ആരെങ്കിലും ഒന്ന് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ചു നേരത്തേക്ക് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വിഷമാണ്. അതെന്താണത്? എന്തൊക്കെയോ ചില ഫീലിങ്സ് ഒക്കെ വരും. അവിടെയാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഒരുപാട് വിഷമങ്ങൾ വരും അല്ലേ? അപ്പൊ അത് മറികടക്കാനുള്ള തട്ടിപ്പാണ് എപ്പോഴും ആൾക്കാരെ ഒരുമിച്ചിരുത്തുന്നത്. അതിനുള്ളവരും തട്ടിപ്പ് പരിപാടി. ഏകാന്തത വിജയലക്ഷ്മിയെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ മൊബൈലിൽ ഇതുവരെ പാട്ട് പിടിച്ചോണ്ടിരിക്കും ജയേന്ദ്ര സാറുമായിട്ട്. അപ്പോൾ സമാധാനം കിട്ടും. ആരും ഇല്ലെങ്കിൽ മൊബൈൽ. ഈ മൊബൈലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ വിജയലക്ഷ്മി എന്നാ ചെയ്താനെ? എന്തായിരുന്നു? ശരിയാ, ഫോണൊന്നും ഇല്ലായിരുന്നു. എന്ത് ചെയ്താനെ? ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്താ പറയാ? മോളെ നീ ഒറ്റയ്ക്കിരിക്കരുത്, നീ ഒരു പാട്ടെങ്കിലും കേക്ക്. അത് പറയും. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അമ്മായി പറയും, ഒരിക്കൽ അമ്മായിയുടെ വീട്ടിൽ വന്നിരിക്കും, എപ്പോഴും ഇവിടുന്ന് അതിനെ അടച്ചു കൂട്ടിയിരിക്കും എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരുപാട് പരിപാടികളും യാത്രകളും ഒക്കെ ആയി. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. വിജയലക്ഷ്മിക്കാണെങ്കിൽ വിമാനത്തിൽ കയറണ ഭയങ്കര പേടിയാണെന്ന് ആരോ പറഞ്ഞു. ആയിരുന്നു ആദ്യം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പേടി മാറിയോ? മാറി. എങ്ങനെയാ മാറിയത്? പോയി ശീലമായി. പിന്നെ ഈ മൃത്യുഞ്ജയ മന്ത്രം ഒക്കെ കയറി ഉടനെ കയറുന്നതിന് മുമ്പ് മൃത്യുഞ്ജയ മന്ത്രമൊക്കെ മനസ്സിലായിരിക്കും. അങ്ങനെയൊക്കെയാണ്. വീട്ടിലും ജപിച്ചിട്ടാവും ഇറങ്ങുന്നത്. ആദ്യത്തെ ഒരു കേരളം എങ്ങനെയായിരുന്നു വിമാനത്തിൽ? അയ്യോ, എനിക്ക് സങ്കടമായിരുന്നു. പോകാൻ നേരത്ത് കരച്ചിലിൻ്റെ പോലെ. അത് എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അച്ഛനമ്മയും കൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ നമ്മുടെ വീട് വിട്ട് അങ്ങ് കുറച്ച് നാൾ മാറി നിൽക്കുന്നു. എന്തൊക്കെയോ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അച്ഛനെയൊക്കെ എന്തോരം സമാധാനിപ്പിച്ചെന്നറിയാമോ? അയ്യോ. അങ്ങനെ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പോഴും കയറിയാൻ ചെല്ലും. പക്ഷെ ഇപ്പൊ ഇനി വിമാനത്തിൽ യാത്ര ചെയ്തില്ലെങ്കിൽ പറ്റാത്തൊരു അവസ്ഥയൊക്കെ എത്തിയോ? അപ്പോഴും ജപിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് എപ്പോഴും ഈ യാത്ര ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ യാത്ര ചെയ്തു. ഇനിയിപ്പോ യാത്ര ചെയ്യാൻ പോവാണ്. അതെ, ഒരുപാട് യാത്രകൾ വന്നു. പണ്ടൊന്നും അങ്ങനെ വിമാനത്തിൽ കയറി മറ്റൊരു ദേശത്തേക്ക് പോകുന്നൊന്നും ഒരിക്കലും വിജയലക്ഷ്മി ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഇന്ന് കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വിജയലക്ഷ്മി പരിപാടി അവതരിപ്പിച്ചു. വിദേശത്തും സ്വദേശത്തും. നമ്മുടെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റ് ഗായകരൊക്കെ എൻ്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കിയാണ് അവരുടെ പാട്ട് ഏറെക്കുറെ ചിട്ടപ്പെടുത്തുന്നത്. പക്ഷേ എൻ്റെ മുഖം കാണാത്ത വിജയലക്ഷ്മി എങ്ങനെയാണ് ഈ പാട്ടുകൾ ഒരുപക്ഷെ പാടുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ സിദ്ധി? അത് നമ്മുടെ ആത്മാവിൽ എന്താ പറയണേ, സംഗീതത്തിൽ കൂടി സാറിനെ കാണുന്നു. എല്ലാവരെയും കാണുന്നത് സംഗീതത്തിൽ കൂടിയാണല്ലോ. സംഗീതത്തിൽ കൂടി സാറിൻ്റെ ഭാവം, കമ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലിങ്സ് സംഗീതത്തിൽ കൂടിയാണ് ഞാൻ അറിയുന്നത്. വിജയലക്ഷ്മിക്ക് ഓരോ സംഗീത സംവിധാനം അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ അവർക്ക് ഒരു രൂപം കൽപ്പിച്ച് നൽകാറുണ്ടോ? ഉണ്ടോ? രൂപം ഇല്ല. സംഗീതം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എം ജയേന്ദ്രൻ സാർ വിളിക്കുന്നു. അപ്പം നമുക്കൊക്കെ സാധാരണ കാഴ്ചയുള്ള ആൾക്കാർക്കല്ലേ എം ജയേന്ദ്രൻ്റെ രൂപമാണ് മനസ്സിലേക്ക് വരുന്നത്. വിജയലക്ഷ്മിയുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? എൻ്റെ മനസ്സിൽ സംഗീതമാണ്. അതും ഒരുപക്ഷെ ജയേന്ദ്രൻ്റെ സംസാരവും ശബ്ദവും ഒക്കെ വന്നേക്കാം. സ്വീറ്റാണ്, മെലോഡിയസ് ആണ്. ഒരിക്കലും ഒരു രൂപത്തെ സൃഷ്ടിക്കാൻ വേണ്ടി വിജയലക്ഷ്മി ശ്രമിക്കാറില്ല. അയാൾ ഇങ്ങനെയാണ് എന്ന് അങ്ങനെ ഒരു സംഭവമില്ല, സങ്കല്പമില്ല. ഒരുപക്ഷെ അത് ജനിച്ച ഉടനെ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ വന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചു കാലമെങ്കിലും കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ പല രൂപങ്ങളെയും മനസ്സിലേക്ക് ആവാഹിക്കാം. ഒരാൾ വരുന്ന സമയമായി. ഹായ് വിജയലക്ഷ്മി, സുഖാണോ? പിന്നെ എനിക്ക് വിജയലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാനുള്ള ആദ്യം ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. വിജയലക്ഷ്മി മിക്കവാറും അല്ല, എല്ലാ ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. അത് ഇങ്ങനെ വിളിച്ചങ്ങ് തകർക്കും. ഒരു തവണ വിളിക്കും, ഞാൻ കട്ട് ചെയ്യും. കാര്യം ഞാൻ എന്താ പറയണ്ടേ, ഈ വാവിനും സംക്രാന്തിക്കും ഫിലിം ചെയ്യുന്ന ആളായതുകൊണ്ട് ആ സമയം നോക്കി തന്നെ വിജയലക്ഷ്മി വിളിക്കും, ഞാൻ കട്ട് ചെയ്യും. പിന്നെയും വിളിക്കും, പിന്നെയും കട്ട് ചെയ്യും, വിളിക്കും. ഇത് തന്നെ. പക്ഷേ വിജയലക്ഷ്മി വിടത്തില്ല. 1.5 ലക്ഷമൊക്കെ വിളിച്ചു കളയും, 1.5 ലക്ഷം കോളൊക്കെ വിളിച്ചു കളയും. എവിടെ നിന്നാണ് ഈ ക്ഷമ ആർജിച്ചത്?
ഇതാണ് എൻ്റെ കുസൃതി ചോദ്യം. പിന്നെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. ഇപ്പോൾ വിജയലക്ഷ്മി ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്സ് നടത്തുന്ന കുട്ടിയാണ്. ഒരു ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോഴാണോ, നമ്മുടെ കർണാടക സംഗീതം പാടുമ്പോഴാണോ, സിനിമാ പാട്ട് പാടുമ്പോഴാണോ, അല്ല ഇത് രണ്ടും അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു അവിയൽ പരുവത്തിൽ വേറെ എന്തെങ്കിലും പാടുന്നതിലാണോ വിജയലക്ഷ്മിക്ക് ഒരു മനസ്സിന് സുഖം കിട്ടുന്നത്? ഏതാണ്? എല്ലാം പാടുമ്പോൾ എനിക്ക് സുഖമാണ് അങ്ങനെ പറയുന്നതല്ല, ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. നമ്മുടെ ശരത് സാർ, താങ്ക് യു സാർ. ആദ്യത്തെ ചോദ്യമല്ലേ, ചോദ്യം നമ്പർ 1 എങ്ങനെയാന്ന് വെച്ചാൽ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട്, സാറിനോടുള്ള എത്ര ദിവസം സംസാരിച്ചെന്ന് അറിയാം. അപ്പോൾ ശബ്ദം കേൾക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നെയും വിളിച്ചു പോകണത്, അങ്ങനെ ക്ഷമയങ്ങ് വന്ന് പോകണത്. എന്തായാലും സാറിൻ്റെ ശബ്ദം കേട്ടിട്ടേ ഒരു കാര്യം എന്നുള്ള ആ വാശീലം കൊണ്ട് വിളിച്ചു പോകണത്, അല്ലാതെ ഒന്നും ഇല്ല കേട്ടോ. ശല്യം മാത്രമല്ല, ഇനി എത്ര പ്രാവശ്യം കട്ടാക്കിയാലും എത്ര പ്രാവശ്യം എടുത്തില്ലെങ്കിലും വിജയലക്ഷ്മി വിളിക്കും എന്തായാലും, അല്ലേ? അതെ. ഇനി ശരത് സാർ പറയാണ് ഞാൻ ബുദ്ധിമുട്ട്, എനിക്ക് അല്പം ടെൻഷനിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാലും വിജയലക്ഷ്മി വിളിക്കും. അപ്പോൾ വിളിക്കില്ല, പക്ഷെ വിളിച്ചിരിക്കും എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും എന്നെങ്കിലേ വിളിക്കുള്ളൂ. അന്ന് ടെൻഷനാണെങ്കിൽ ശരിയാ ടൈം പിന്നെ വിളിക്കാന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഒരുപക്ഷെ ശരത് സാറിന് വിജയലക്ഷ്മിയുടെ വിളി വളരെ ഇഷ്ടമായത് കൊണ്ടാണ് മൂപ്പർ അതിനെ കുറിച്ച് പരാമർശിച്ചത് തന്നെ. അതെ അതെ. ചോദ്യം നമ്പർ 2 എന്ന് വെച്ചാൽ ക്ലാസിക്കൽ പാടുമ്പോഴാണ്. ക്ലാസിക്കല്, അവിയല്, സിനിമ, അങ്ങനെ 2-3 കാര്യം പറഞ്ഞു. അവിയലല്ല കേട്ടോ, ക്ലാസിക്കൽ പ്യൂവർ കച്ചേരി നടത്തുമ്പോഴാണ് ആത്മസുഖം കിട്ടുന്നത്. പിന്നെ നമ്മൾ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ദാസേട്ടനൊരു കാര്യം പറയും, നാട്ടുനടപ്പ് അനുസരിച്ച് ചൂട്ട് കത്തിക്കുക എന്ന്. അപ്പോൾ അതിൽ ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ക്ലാസിക്കൽ പാടുമ്പോഴാണ്, പ്യുവർ ക്ലാസിക്കൽ പാടുമ്പോഴാണ് ആത്മസംതൃപ്തി കിട്ടുന്നത്. വിജയലക്ഷ്മി ഇപ്പം ഈ പാട്ടുകളുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പം ദാസേട്ടൻ തന്നെ പലപ്പോഴും പാട്ടുകളെ വിമർശിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ പഴയ പാട്ടുകളൊക്കെ അങ്ങ് മാറി, ഇപ്പം പാട്ടുകളൊക്കെ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി മാറി. ഈ പാട്ടുകളിലെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് പാട്ടുകളോടാണ് വിജയലക്ഷ്മിക്ക് കമ്പം? പഴയ പാട്ടുകളോടാണോ? ശരിക്കും പറഞ്ഞാൽ പഴയത് തന്നെയാണ്, പക്ഷേ പുതിയതും ഇഷ്ടപ്പെടണമല്ലോ, ഇഷ്ടപ്പെടാതെ പറ്റത്തില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എന്താ ചെയ്യുക. വിജയലക്ഷ്മിക്ക് ഇങ്ങനെ ടൈപ്പ് പാട്ടുകളൊന്നുമില്ല, എല്ലാ പാട്ടുകളും വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. നല്ലൊരു അടിപൊളി പാട്ട് ധനുഷ് പാടി, മലയാളിയെന്നോ തമിഴെന്നോ തെലുങ്കനെന്നോ ഹിന്ദിക്കാരെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഏറ്റെടുത്തൊരു ഗാനം, വൈ ദിസ് കൊലവറി.